ശ്രീ വിജയൻ കാരന്തൂർ അവരുടെ വളരെ ആദരവോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വേണുമാഷ്, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ നാടകത്തിലെൻ്റെ ഗുരു PA കൃഷ്ണകുട്ടിയേട്ടൻ, KC ഭാസ്കരൻ മാഷ്, ഗോപൻ, അങ്ങനെ തുടങ്ങി വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്ക് അധ്യക്ഷൻ്റെ ഉപക്രമ പ്രസംഗം കുറച്ച് നീളേണ്ടതാണ്. വളരെ ചുരുക്കിയിട്ട് മാഷ് എന്ത് പറ്റിയെന്നറിയില്ല. ഉപക്രമം അത് കഴിഞ്ഞ് ഇനി ഉപസംഹാരത്തിൽ പറയാൻ മതിയാവും. ആയിക്കോട്ടെ. നമ്മൾ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ചങ്കിടിപ്പോട് കൂടി, അത് നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കൗമാര മനസ്സൊക്കെ വല്ലാതെ ഒരു ചപലമായ മനസ്സാണ്. വലിയൊരു മനസ്സുറപ്പൊന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. അവളുടെ കൂടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും A+ വാങ്ങിയ എല്ലാവർക്കും, സ്വന്തം അടുത്തിരുന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ അനുമോദനം നൽകുമ്പോൾ ആ ഒരു ചടങ്ങ് സങ്കല്പിക്കാൻ കോഴിക്കോടായിരുന്നു. അപ്പൊ നമ്മുടെ 50 വർഷത്തെ പ്രവർത്തനത്തെയൊക്കെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ വാർഷിക ആഘോഷങ്ങൾക്ക് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് SSLCക്കും +2-വിനൊക്കെ ഉയർന്ന മാർക്ക് ഇതിലൊരു വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആളുകളെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ പ്രയാസം നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പോലും ശക്തമായ മഴയൊക്കെ അതിനകത്ത്. അപ്പം അതൊക്കെ മറികടന്നുകൊണ്ട് വിവിധ ദൂരേന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിജയം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. വിജയം ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷിക്കുമ്പോൾ തന്നെ ഒരൊറ്റ കാര്യം മാത്രമേ കുട്ടികളോട് പറയാനുള്ളൂ. +2 കഴിഞ്ഞ കുട്ടികൾ അധികം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. പലർക്കും എന്താ പറഞ്ഞാൽ ഈ കോഴ്സ് PG എടുക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക, അങ്ങനെ അതിലൊന്നും ഇപ്പോൾ എത്രയോ PG വിദ്യാർത്ഥികൾ തന്നെ പുറത്തുണ്ട്. ഏതാണ് ഏറ്റവും ഓൺലൈൻ നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ തന്നെ പറ്റും. ആ കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകണം. ആ കോഴ്സിൽ പോയി ജോലി സാധ്യതയുള്ള കോഴ്സുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി സാധ്യത കിട്ടും. മറ്റേതാകുമ്പോൾ നമ്മളവിടെ പഠിച്ച് എത്രയോ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല വേക്കൻസികളുണ്ട്. അറിയപ്പെടാത്ത കുറേ കോഴ്സുകളുണ്ട്. അതിലൊക്കെ എടുക്കണം. നിങ്ങളുടെ ചാൻസ് നോക്കിയിട്ട് അതിൽ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ഞാൻ ഇതിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ തലമുറയിലെ 3-ാം തലമുറയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട്സിൻ്റെ അവാർഡ് കൊടുക്കാൻ പോകുന്നു. എൻ്റെ മക്കൾ 2 തന്നെ നല്ല മാർക്കോടെ തന്നെ മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു. ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ 2 കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി.
മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി ആവിളിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. ആവിളിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു. ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. മാനത്തെ